ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം ഗലാത്യ ലേഖനം 3:11 വാക്യം, അതിൻ്റെ അവസാന ഭാഗമാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇനി ആരാണ് നീതിമാൻ എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവനാണ് നീതിമാൻ. അതായത് വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിക്കുന്നവരെയാണ് നീതിമാൻ എന്ന് പറയുന്നത്. അല്ലാതെ ലോകത്തിലെ എന്ത് കാര്യത്തിലും വിശ്വസിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അബ്രഹാം എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ പിതാവാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എങ്ങനെയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായിട്ട് തീർന്നത്? താൻ ഹാരാനിൽ പാർക്കുന്ന സമയത്ത് മെസൊപ്പൊട്ടേമിയയിലിരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. എന്നിട്ട് പറയുന്നു, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക. അപ്പം ദേശമൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. ഇന്ന സ്ഥലത്തേക്കാണ് നീ നടക്കണമെന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള റോഡ് മാപ്പോ ഒന്നും കൊടുത്തിട്ടില്ല. ഇന്നാണെങ്കിൽ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, അവിടെ എങ്ങനെയാണ് എത്തേണ്ടത്, എത്ര സമയം കൊണ്ട് അവിടെ എത്തും, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതിനൊക്കെ ഉത്തരവും ലഭിക്കും. എന്നാൽ ഇവിടെ പറയുന്നത് ദൈവത്തെ പോലും നേരത്തെ കണ്ടിട്ടില്ല. അപ്പോൾ വിഗ്രഹങ്ങളെയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കുടുംബമാണെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മെസൊപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം പ്രത്യക്ഷനായി, ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ എന്താണ്, ഞാൻ നിന്നെ ലോകത്തിന് അനുഗ്രഹമാക്കി തീർക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നീട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് താൻ വിശ്വാസത്താൽ നീതിമാനായി തീർന്നതെന്ന്. അപ്പം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത് ഹബക്കുക്ക് പ്രവചനത്തിലും പറയുന്നുണ്ട്. ഹബക്കുക്ക് പ്രവാചകൻ ലോകത്തിലെ നീതിയില്ലായ്മയും ദുഷ്ടന്മാരുടെ വളർച്ചയും അവർക്ക് ശിക്ഷ ലഭിക്കാതിരിക്കുന്നതുമായ അവസ്ഥയൊക്കെ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് നീതി നടത്താൻ പോകുന്നത്? നീ നീതിമാനാണെന്ന് പറയുന്നല്ലോ, എന്തുകൊണ്ട് ഈ ദുഷ്ടന്മാരുടെ മേൽ നീ നീതി നടത്തുന്നില്ല? അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ഇതിനൊക്കെയും ഞാനൊരു സമയം അനുവദിച്ചിരിക്കുകയാണ്, ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അത് അതിൻ്റെ സമാപ്തിയിലേക്ക് തന്നെ ചെല്ലും. നീ അല്പം ഒന്ന് വിശ്വസിച്ച് അടങ്ങിപ്പാർക്ക്. കാരണം വിശ്വസിക്കാത്തവൻ എന്താ ചെയ്യുന്നത്? അവൻ്റെ സ്വന്തം കൈകളുടെ പ്രവൃത്തികളിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ എന്ന് പറയുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നവർ, അവരെയാണ് എൻ്റെ നീതിമാൻ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അബ്രഹാമിന് മക്കളില്ലായിരുന്നു. 75-ാമത്തെ വയസ്സിലാണ് പുറപ്പെട്ട്. ആ സമയത്തൊന്നും മക്കളില്ല. പിന്നീടും പ്രാർത്ഥിച്ചു, വാഗ്ദത്തം ചെയ്യപ്പെട്ടു, എന്നിട്ടൊന്നും മക്കളെ കിട്ടുന്നില്ല. പിന്നീട് സ്വയമായിട്ടൊക്കെ അല്പം ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്ത് ഒരു ജഡത്തിലൊരു പുത്രൻ ജനിക്കുന്നുണ്ട്. എന്നാലും അതല്ല, വാഗ്ദത്തത്തിൻ്റെ സന്തതിക്കായിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്ന് വെച്ചാൽ ആശിക്കാൻ ഒരു വകുപ്പുമില്ല. സാഹചര്യങ്ങളൊക്കെ ആശിക്കുന്നതിനെതിരാണ്. എന്നാലും ദൈവം പറഞ്ഞതിൽ ആശയോടെ, ഹോപ്പ് എഗൻസ്റ്റ് ഹോപ്പ്, അതായത് ഹോപ്പ് ചെയ്യാൻ, പ്രത്യാശിക്കാൻ ഒന്നുമില്ല.
അപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസിയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നമ്മുടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രീതിയോ ഇതൊന്നുമല്ല വിശ്വാസത്തിന് കാരണമായിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന മാർഗത്തിൽ വിശ്വസിക്കുമ്പോൾ, ആ മാർഗമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നാം നീതിമാന്മാരായിത്തീരുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും എന്ന് പറയുന്നത്. വിശ്വാസം നമ്മിൽ തരുന്നത് കർത്താവാണ്, വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നതും കർത്താവാണ്. അതും നമ്മുടെ മിടുക്ക് കൊണ്ടൊന്നുമല്ല, അതും കൃപയാലെയാണ്. അതായത് വിശ്വാസവും നമ്മിലുണ്ടാകുന്നത് കൃപയാലേ ആണെന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. വിശ്വാസത്താലേ കൃപ ലഭിക്കും, അല്ലെങ്കിൽ കൃപയാലേ വിശ്വാസം ലഭിക്കുന്നു എന്നുള്ളത്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ സ്വയമായിട്ടുള്ള കഴിവിലോ പ്രവൃത്തിയിലോ അല്ല നാം വിശ്വസിക്കേണ്ടത്. കർത്താവ് നമ്മെ കാണിച്ചു തന്ന രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ലക്ഷണം. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടും. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.